മക്കളെ ദേ നമ്മുടെ മുന്നിൽ ഈ അടുത്തായിട്ട് നമുക്ക് 2 ടാസ്ക് എന്ന് പറയുന്നത് എന്താണെടാ, നമ്മുടെ ക്രിസ്മസ് എക്സാമും അതേപോലെ നമ്മുടെ LSS എക്സാമും അല്ലേ. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് പഠിക്കുന്നത് തന്നെയാണ് നമ്മൾ LSS എക്സാമിനും പഠിക്കുന്നത് എന്നൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. എന്നാലും മിസ്സിന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും നമ്മുടെ ലൈവിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മിസ്സേ സെയിം തന്നെയല്ലേ ടെക്സ്റ്റ് ബുക്ക്, സെയിം കോണ്ടന്റ് അല്ലേ നമ്മൾ പഠിക്കുന്നത്. പക്ഷെ അവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ക്രിസ്മസ് എക്സാമിന് നമ്മൾ എന്താ പഠിക്കുന്നത്, ഇംഗ്ലീഷിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് അല്ലെ. ഫോർ എക്സാമ്പിൾ നമ്മളൊരു കത്ത് എഴുതുക, അല്ലെങ്കിൽ നമ്മളൊരു ഡയറി എഴുതുക, അല്ലെങ്കിൽ നമ്മൾ കൺവെർസേഷൻ ഒക്കെ എഴുതുക. പക്ഷെ നേരെ മറിച്ച് നമ്മൾ LSS എക്സാമിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ആകെ 10 മാർക്കിന് ക്വസ്റ്റ്യൻ ഉള്ളൂ. പക്ഷെ എന്തുണ്ട്, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്താണ് ഡിഫറെൻ്റ് അല്ലേ. നമുക്ക് ഇതേപോലെയുള്ള ഡിസ്കോഴ്സസ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കൂടിയും നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് എന്ത് വേണം, ഒന്ന് ഡീപ്പായിട്ട് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം LSS എക്സാമിന് നമ്മുടെ അടുത്ത് എന്താ 1 വേർഡ് ക്വസ്റ്റ്യൻസ് വരും. നമ്മുടെ അടുത്ത് സിനോണിംസ് അഥവാ പര്യായ പദങ്ങൾ നമ്മുടെ അടുത്ത് ചോദിക്കും. നമ്മുടെ ആന്റണിംസ് അഥവാ വിപരീത പദങ്ങൾ നമ്മളോട് ചോദിക്കും. അതേപോലെ നമ്മുടെ അടുത്ത് ചിലപ്പോൾ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ എന്താ ചോദിക്കും. ഇൻ ഷോർട്ട് നമുക്ക് LSSലേക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം, നമ്മുടെ സെൻറ്റൻസസ് ഈവൺ നമുക്ക് വൊക്കാബുലറി ബേസ് വേണം. നമ്മളെ പാഠത്തിൽ ശരിക്കും നമുക്ക് ഡീപ്പ് നോളജ് വേണം. ഓക്കെ, അപ്പോൾ രണ്ടും എന്താ, 2 കോണ്ടെക്സ്റ്റിൽ 2 രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ പഠിക്കേണ്ടി വരാം. അപ്പോൾ ഈ 2 രീതിയിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പഠിക്കണമെങ്കിൽ എന്ത് വേണം, നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഒരാൾ വേണം അല്ലേ. ആ ഗൈഡായിട്ടാണ് എന്ത് മിസ് ഇവിടെ വന്നത്. സോ പറഞ്ഞു വരുന്നത് എന്തിനെ കുറിച്ചാ, ദേ നമ്മുടെ പ്രാണ ബാച്ച് അല്ലേ. നിങ്ങൾക്കറിയാം നമ്മുടെ സൈലത്തിലെ 4ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്കുള്ള ബാച്ചാണ് നമ്മുടെ പ്രാണ ബാച്ച്. നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഞാനൊന്ന് പറഞ്ഞുതരാം എന്തൊക്കെയാണ് നമ്മുടെ പ്രാണ ബാച്ചിലുള്ളത്. നമുക്കറിയാം നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി എന്തുണ്ടാവും, ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. മറ്റേ നിങ്ങൾ യൂട്യൂബിൽ മാത്രം നമ്മളെ കാണുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഡെയിലി രാത്രി നിങ്ങൾക്ക് എന്തുണ്ടാവും, ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ വരും അല്ലേ. അത് മാത്രം ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അപ്പോൾ തന്നെ പരീക്ഷ എടുക്കുന്നുണ്ട്. പരീക്ഷ എടുത്തു കഴിഞ്ഞാലോ അന്ന് വൈകുന്നേരത്തിൽ നമ്മൾ എന്താ അതിൻ്റെ ആൻസർക്ക് ഡിസ്കഷൻ ഉണ്ട് അല്ലേ. നെക്സ്റ്റ് നമുക്ക് എന്താ, എപ്പോഴും നമ്മൾ ഉപയോഗിക്കും മിസ്സേ കുറച്ച് മെറ്റീരിയൽസ് കിട്ടി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തുണ്ടാവും, സാമ്പിൾ പേപ്പേഴ്സ് ഉണ്ടാവും പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ. ഇനി നിങ്ങൾക്ക് ബേസിക്സ്, ഇംഗ്ലീഷ് പോലുള്ള ലാംഗ്വേജിൻ്റെ ഒക്കെ ബേസിക്സ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എന്താ അതിൽ ലഭ്യമാണ്. അപ്പോൾ ഇതേപോലെ ഒരുപാട് ഫീച്ചേഴ്സ് എന്തുണ്ട് നമ്മുടെ പ്രാണ ബാച്ചിലുണ്ട്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ എങ്ങനെ അറിയാം, താഴെ ഒരു നമ്പർ കാണുന്നില്ലേ, ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു നമ്പറിലേക്ക് നിങ്ങളെ പാരൻസിനോട് കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ 30% എന്തുണ്ട്, ഓഫർ ഉണ്ട്. 13 അല്ല, ഇറ്റ്സ് 30 കണ്ട് 30% എന്തുണ്ട്, ഓഫർ ഉണ്ട്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ആ ഒരു ഓഫർ മിസ് ചെയ്യരുത്. വാട്ട് യു ഗൈസ് ഹാവ് ടു ഡു, just grab the offer, come to Xylem app and join with us. Thank you.